ഏവർക്കും നമസ്കാരം. ഇന്ന് വൃശ്ചികം 10 ദശാവതാര ചാർട്ടിൽ ഇന്ന് മോഹിനി അവതാരം. ഭഗവാൻ നാരായണന്റെ ഒരേയൊരു സ്ത്രീ അവതാരമാണ് മോഹിനി ദേവി. ഭസ്മാസുരൻ എന്നൊരു അസുരന് ഒരു വരദാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഭസ്മാസുരൻ ആരുടെയെങ്കിലും ശിരസിൽ സ്പർശിക്കുകയാണെങ്കിൽ സ്പർശിക്കുന്ന മാത്രയിൽ തന്നെ ആ വ്യക്തി ഭസ്മമായി തീരും. ഇതിനാൽ തന്നെ ഭസ്മാസുരൻ അജയ്യനായി തീർന്നു. ഈ ഭസ്മാസുരനെ വധിക്കുവാൻ വേണ്ടി ഭഗവാൻ നാരായണൻ സ്വീകരിക്കുന്ന അവതാരമാണ് മോഹിനി ദേവി. മോഹിനി ദേവി വളരെ സുന്ദരിയായിരുന്നു. മോഹിനിയെ കണ്ട മാത്രയിൽ തന്നെ ഭസ്മാസുരൻ മോഹിനിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിത്തീരുന്നു. മോഹിനി നൃത്തം പഠിപ്പിക്കാമെന്ന് ഭസ്മാസുരനോട് പറയുന്നു. അങ്ങനെ മോഹിനി ദേവിയുടെ നിർദ്ദേശമനുസരിച്ച് നൃത്തം അഭ്യസിക്കവേ ഭസ്മാസുരൻ സ്വന്തം ശിരസിൽ സ്പർശിക്കുകയും ഭസ്മമായി തീരുകയും ചെയ്തു. ഇതുപോലെ സമുദ്രമഥനത്തിന് ശേഷം ദേവന്മാരോടൊപ്പം അസുരന്മാരും അമൃതത്തിന് മേൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അസുരന്മാർക്ക് അമൃത് നൽകുവാൻ സാധിക്കുകയില്ല എന്ന ഉത്തമ ബോധ്യം മഹാവിഷ്ണുവിനുണ്ടായിരുന്നു. ഇതിന് കാരണം അസുരന്മാർക്ക് അമൃത് നൽകുകയാണെങ്കിൽ അത് പ്രപഞ്ചത്തിന് തന്നെ ഹാനിയായി തീരുമെന്ന വസ്തുതയായിരുന്നു. അപ്പോൾ അവർക്ക് അമൃത് നൽകാതെ അവരെ കബളിപ്പിക്കുവാനായും ഭഗവാൻ മോഹിനിയായി ജനിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രപഞ്ചഹിതത്തിനായി ഭഗവാൻ സ്വീകരിക്കുന്ന സ്ത്രീരൂപമാണ് മോഹിനി ദേവി. ഭഗവാൻ മഹാവിഷ്ണു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമസ്തേ.